ഹായ് കൂട്ടുകാരെ, പ്രയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ചെടിയുടെ പേരാണ് സി പ്ലാന്റ്. ഈ ഒരു ചെടിയെ നമുക്ക് എങ്ങനെ ഒരു ഇലയിൽ നിന്ന് നമുക്ക് വേര് പിടിപ്പിച്ച് ഇതേപോലെ ഒരു ചെറിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കാണിക്കുന്നത്. ഞാൻ ഇതിന് മുന്നേ അത് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് എൻ്റെ കയ്യിൽ ഇലകൾ വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ഇതൊന്ന് മുളപ്പിച്ചെടുത്തതെന്ന് കാണിക്കാം. അതിനായിട്ട് ഇതേപോലെ തണ്ടിൽ നിന്ന് നമുക്ക് ഏറ്റവും അടിഭാഗത്തായിട്ടുള്ള ഇതേപോലെ കരുത്തുള്ള ഒരു ഇല എടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് ഇതേപോലെ ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ പാട്ടയിലേക്കോ ഏതൊരു പാത്രത്തിലേക്ക് വേണമെങ്കിൽ ഇതേപോലെ ഇട്ട് വെക്കാവുന്നതാണ്. ഒരുപാട് വെള്ളം വെക്കരുത്, ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കുന്ന പാകത്തിന് മാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു 3-4 ആഴ്ച കഴിയുമ്പോൾ ഈ ഇലകൾക്ക് വരുന്ന മാറ്റം കണ്ടില്ലേ. ഇതേപോലെ ഇലയുടെ ആ ഒരു ചുവടുവശത്തായിട്ട് ഒരു വണ്ണത്തിലാണ് ഇത് ഉണ്ടായി വരിക. കാരണം ഈ ഒരു ചെടിക്ക് ഒരു കിഴങ്ങാണ് ഉണ്ടാവുക. ഈ ചെടിയുടെ അടിഭാഗത്തായിട്ട് നമ്മളിത് പൊളിച്ച് നോക്കുമ്പോൾ ഇത് കിഴങ്ങാണ് ഉണ്ടാവുക. ഇതേപോലെ എല്ലാ ഇലയും നമ്മൾ ഒരേ സമയത്താണ് വെച്ചതെങ്കിലും ഇലകൾക്കൊക്കെ വ്യത്യസ്ത തരത്തിലാണ് ഇതിന് വേരുകൾ മുളച്ചതും ഇതേപോലെ നല്ല രീതിയിൽ വന്നതുണ്ട്, സാവകാശമായിട്ട് വന്നതുണ്ട്. അങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളതെന്നാണ് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ എനിക്ക് ഈ ചെടികൾ ഉണ്ടായി കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ വൈറ്റ് ബോട്ടിലാണ് വെച്ച് കൊടുത്തതെങ്കിൽ നമുക്കിത് ഇൻഡോർ ആയിട്ട് വെച്ച് കൊടുക്കാൻ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ലീഫ് നമ്മൾ മണ്ണിലേക്ക് നട്ട് കൊടുക്കുമ്പോൾ ഈ ലീഫിൻ്റെ ആ ഓരോ വണ്ണുള്ള ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് മണ്ണിലൊന്ന് നട്ട് കൊടുത്താൽ മതി. ഇതേപോലെ നല്ല രീതിയിൽ നമുക്കിത് ഓരോ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരൊറ്റ ഇല കൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ തണ്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ഉണ്ടാവും, അല്ലാതെ തന്നെ നമുക്ക് മണ്ണിലേക്ക് നേരിട്ട് തന്നെ നട്ട് കൊടുത്താലും ഉണ്ടാവും. എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചെടി കൂടിയാണ് ഇത്. നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഓവർ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ ചെടി ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വെയിലാണെങ്കിലും അത്യാവശ്യം ഒരു വെയിൽ കിട്ടിയാൽ മതിയാവും. ഓവറായിട്ട് വെയിലുണ്ടെങ്കിലും ഈ ഒരു ചെടി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇലകൾക്കൊക്കെ മഞ്ഞളിപ്പ് വരുന്നതായിരിക്കും. ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.